ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഞാൻ കേരള ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിനകത്തുനിന്ന് ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ 2021 തുടങ്ങി 2025 വരെ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആൻസർ മാർക്ക് ചെയ്യാത്തത്, ആൻസർ മാർക്ക് ചെയ്തത് PDF ആയിട്ട് വേറെ ഉണ്ട്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള ഹിസ്റ്ററിയുടെ സിലബസ് എടുക്കും. എന്നിട്ട് 2021 തുടങ്ങി 2025 വരെ കേരള ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നോക്കും. എന്നിട്ട് അതിൻ്റെ ടോപ്പിക്കുകൾ ഞാൻ സെപ്പറേറ്റ് എഴുതിയെടുക്കാറുമുണ്ട്. ബിക്കോസ് എനിക്ക് പ്രയോറിറ്റി ടോപ്പിക്കുകൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നോടൊരു കുട്ടി പ്രയോറിറ്റി ടോപ്പിക്സ് പറയാമോ എന്ന് ചോദിച്ചായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ അതെന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ആൻസർ മാർക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ആൻസർ മാർക്ക് ചെയ്തിട്ടുള്ള PDF നോക്കും. അപ്പം ആൻസർ ശരിയാണെങ്കിൽ ഓക്കെ. ഇപ്പം തെറ്റിപ്പോയെങ്കിൽ ഞാൻ ആ ടോപ്പിക്ക് ഒന്നും കൂടി പഠിക്കാൻ നോക്കും, എന്തുകൊണ്ട് എനിക്ക് തെറ്റിപ്പോയി എന്നുള്ളത്. ഇനി അറിയില്ലാത്ത ടോപ്പിക്കാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ആ ടോപ്പിക്കുകൾ പഠിക്കും. എന്നിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ നോക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെയൊരു റിവേഴ്സ് അപ്രോച്ചാണ് എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് തിരിച്ച് സിലബസിലോട്ട് നമ്മൾ ടോപ്പിക്കുകൾ വെച്ച് പഠിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.